മൂന്ന് ജീവികള് നമ്മളെ വീട്ടിലേക്ക് കയറി വന്നാൽ ആ ജീവികളെ ചീത്ത പറയാനോ ആട്ടിവിടാനോ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ബറക്കത്തും സന്തോഷവും നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് ജീവികളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കേൾക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. നമ്മളെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ കരുണക്കടലായ അള്ളാഹ്, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ബറക്കത്ത് കരസ്ഥമാക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ആ ഗ്രൂപ്പിൽ പങ്കാളികളാവുക. നിങ്ങളെ പേരെഴുതി എന്റെ നമ്പറിലേക്ക് മെസ്സേജ് വിടുക. ആ നമ്പറിലേക്ക് കോള് വിളിച്ചാൽ കിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ പേരെഴുതി ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ 3 ജീവികൾ നമ്മളെ വീട്ടിലേക്ക് കയറി വന്നാൽ ആ ജീവികളെ ഒരിക്കലും ആട്ടിവിടാനോ ആ ജീവികളെ ഒരിക്കലും ചീത്ത വിളിക്കാനോ പാടില്ല എന്നുള്ളതാണ്. ചീത്ത വിളിച്ചാൽ, ആട്ടി വിട്ടു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും, നമ്മളെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഏതൊക്കെയാണ് ആ 3 ജീവികളെന്ന് നമ്മൾക്ക് വിശദമായി പരിശോധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ വീട്ടിൽ നിന്ന് ആട്ടിവിടാൻ പറ്റാത്ത ഒന്നാമത്തെ ജീവി അൽ ഹിർറത്തു, പൂച്ചയാണ്. പൂച്ച നമ്മളെ വീടുകളിലേക്കൊക്കെ കടന്നു വരാറുണ്ട്. ആ സമയത്ത് പലരും പൂച്ചയെ ആട്ടിവിടാറുണ്ട്, പൂച്ചയെ ചീത്ത പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിൽ പൂച്ച കിടന്നുറങ്ങുകയാണ്. നബിക്ക് ധരിക്കേണ്ട വസ്ത്രത്തിൽ പൂച്ച കിടന്നുറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആ പൂച്ചയെ ചീത്ത വിളിച്ചില്ല, ആ പൂച്ചയുടെ ഉറക്കം ശല്യപ്പെടുത്തിയില്ല, ആ പൂച്ചയെ ആട്ടിവിട്ടില്ല. ആ പൂച്ചയോട് കാരുണ്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറുകയാണ്. ഇങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മളെ വീട്ടിലേക്ക് പൂച്ച വന്നു കഴിഞ്ഞാൽ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കണം. ആ പൂച്ചയെ ചീത്ത വിളിക്കരുത്, പൂച്ചയെ ആട്ടിവിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദഖലത് ഇംറത്തുൻ അന്നാറ ഫീ ഹിർറത്തിൻ, പൂച്ചയുടെ വിഷയത്തിൽ ഒരു സഹോദരി നരകത്തിൽ പ്രവേശിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉമ്മയാണ്, നിസ്കരിക്കുന്ന സ്ത്രീയാണ്, ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീയാണ്, അതുപോലെ നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീയാണ്. പക്ഷേ ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പൂച്ചയോട് ആ സ്ത്രീ എന്താണ് ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റബതത്ഹാ, ആ പൂച്ചയെ ആ പെണ്ണ് കെട്ടിയിട്ടു. സുബ്ഹാനല്ലാഹ്. പൂച്ചയെ ആരെങ്കിലും കെട്ടിയിടാറുണ്ടോ? നമ്മൾ സാധാരണ പോത്തിനെയും ആടിനെയും ഒക്കെ എരുമയെയും ഒക്കെ കെട്ടിയിടാറുണ്ട്. പൂച്ചയെ ആരെങ്കിലും കെട്ടിയിടാറുണ്ടോ? ആ പെണ്ണ് ചെയ്ത തെറ്റതാണ്, പൂച്ചയെ കെട്ടിയിടുകയാണ്. ഫലം തുത്ഇംഹാ, കെട്ടിയിടുക മാത്രമല്ല, ആ പൂച്ചക്ക് ആ പെണ്ണ് ഭക്ഷണം കൊടുത്തില്ല, ആ പൂച്ചക്ക് ആ പെണ്ണ് വെള്ളം കൊടുത്തില്ല. അങ്ങനെ ആ പൂച്ചയെ കെട്ടിയിട്ടു. വലം തദഅഹാ തഅകുലു മിൻ ഹശാശിൽ അർളി, ഭക്ഷണം കഴിക്കാൻ ആ പൂച്ചയെ ആ പെണ്ണ് കെട്ടഴിച്ചു വിട്ടതുമില്ല. കെട്ടഴിച്ചു വിട്ടാൽ ആ പൂച്ച എവിടെയെങ്കിലൊക്കെ പോയി ഭക്ഷണം കഴിക്കും. അതിനും ആ സ്ത്രീ സമ്മതിക്കാതെ തന്റെ വീട്ടിലേക്ക് വന്ന പൂച്ചയെ കെട്ടിയിടുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചു സഹാബ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൂച്ചയെ സൂക്ഷിച്ചോ, അത് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. പൂച്ചയെ ശല്യം ചെയ്യാൻ പാടില്ല, പൂച്ചയെ ആട്ടിവിടാൻ പാടില്ല, കാരുണ്യത്തോടെ പെരുമാറണം. ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മഹാന്മാര് പറയുന്നുണ്ട്, കുൻ ഹിർറത്തൻ, നീ ഒരു പൂച്ചയാവുക.
നിനക്ക് പൂച്ചയുടെ സ്വഭാവം ഉണ്ടാകണം. പൂച്ചയുടെ സ്വഭാവം എന്താണ്? ഐ മുത്തവാദി, പൂച്ച വിനയമുള്ള ജീവിയാണ്. കേട്ടോ, വിനയത്തോടെ നമ്മളോട് പെരുമാറുന്ന ഒരു ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് പൂച്ചയോടെ സ്നേഹത്തോടെ പെരുമാറുക, കാരുണ്യത്തോടെ പെരുമാറുക, ചീത്ത വിളിക്കാതിരിക്കുക. പൂച്ചയെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പൂച്ചയെ വളർത്തുക, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ പൂച്ചയെ വളർത്തുന്ന വിഷയത്തിൽ പല ആളുകളും പല അബദ്ധങ്ങളും ചെയ്യാറുണ്ട്. ഏതാണ് ആ അബദ്ധം? ഞാൻ പ്രത്യേകം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പൂച്ച രോമം നജസാണ്. പൂച്ച നല്ല ജീവിയാണ്, സ്നേഹിക്കപ്പെടേണ്ട ജീവിയൊക്കെയാണ്. പക്ഷെ പൂച്ച രോമം നജസാണ്. പല ആളുകളും ബെഡ്റൂമിലേക്ക് പൂച്ചയെ കൊണ്ടുപോകും, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പൂച്ചയെ കൊണ്ടുപോകും, നിസ്കാര കുപ്പായിട്ടിട്ട് പൂച്ചയെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ മുസല്ലയിൽ പൂച്ചയെ ഉറക്കാറുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂച്ച രോമം നിസ്കരിക്കുന്ന സ്ഥലത്ത് വീണാൽ, നിസ്കരിക്കുന്ന മുസല്ലയിൽ വീണാൽ, നിസ്കാര കുപ്പായത്തിൽ വീണാൽ നജസാണ്. അതുപോലെ നമ്മളെ ബെഡ്റൂമിലൊക്കെ ശ്രദ്ധിക്കുക. പൂച്ചരോമം ഉണ്ടെങ്കിൽ അങ്ങനെ നജസുമായി ബന്ധപ്പെട്ടാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് പൂച്ചരോമം പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണാൽ അത് നജസാണ് കേട്ടോ. പൂച്ചരോമം ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണിട്ടിലേക്ക് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ശരീരത്തിൽ നിന്ന് ജീവനോടെയോ ജീവനില്ലാതെയോ കൊഴിഞ്ഞു വീണാലും പൂച്ചരോമം നജസ് തന്നെയാണ്. കാരണം പൂച്ച ഭക്ഷിക്കപ്പെടാത്ത ജീവിയാണ്. ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ രോമങ്ങളൊക്കെ നജസാണ്. അത് പൂച്ചയായാലും എന്തായാലും ശരി, ഭക്ഷിക്കപ്പെടാത്ത ജീവിയാണോ അതിന്റെ ജീവിതകാലത്ത് ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ആ മുടി നജസാണ്. അതുകൊണ്ട് പൂച്ചയെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു വാസസ്ഥലം നമ്മൾ ഉണ്ടാക്കുക, അതിനൊരു കൂട് നിർമ്മിച്ചു കൊടുക്കുക. ഓരോന്നിനും അതിൻ്റെതായ വാസസ്ഥലങ്ങളുണ്ട്. അല്ലാതെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക, അതുപോലെ തന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോവുക, അതുപോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പൂച്ചയെ ആട്ടിവിടാൻ പാടില്ല. പൂച്ചക്ക് റഹ്മത്ത് ചെയ്യണം, കാരുണ്യം ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ കാരുണ്യത്തോടെ പെരുമാറേണ്ട മറ്റൊരു ജീവിയാണ് കോഴി എന്ന് പറയുന്നത്. അത് അയൽവക്കത്തെ വീട്ടിലെ കോഴിയാണെങ്കിലും ചില ആളുകൾ അയൽവക്കത്തെ വീട്ടിലെ കോഴി നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അതിനെ ശാപത്തിന്റെ വാക്ക് പറയാറുണ്ട്, അതിനെ ചീത്ത വിളിക്കാറുണ്ട്, അതിന്റെ കാലെറിഞ്ഞ് ഒടിക്കാറുണ്ട്. ശരിയല്ലേ? അയലോക്കത്തെ വീട്ടിലെ കോഴി വീട്ടിലേക്ക് വന്നാല് തല്ലുണ്ടാക്കുന്ന ആളുകളുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, ശാപത്തിന്റെ വാക്കുകൾ പറയുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കോഴിയെ കുറിച്ച് മഹാനായ നബിതങ്ങൾ പറഞ്ഞു, അദ്ദീഖു ബറക, കോഴി ബറക്കത്തുള്ള ജീവിയാണ്. കോഴിയെ നിസാരപ്പെടുത്തണ്ട, അത് ബറക്കത്തുള്ള ജീവിയാണ്. കോഴിയുള്ള വീട്ടിൽ കണ്ണേറുണ്ടാകൂല, പിശാചിന്റെ ഷർറുണ്ടാകൂല, സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ കോഴിയെ വീട്ടിൽ വളർത്തുക. മറ്റുള്ള വീട്ടിലെ കോഴികൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ആ കോഴികളെ ആട്ടിവിടാതിരിക്കുക. കഴിയുമെങ്കിൽ അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മലക്കുകൾ വീട്ടിലേക്ക് കടന്നു വരും. കോഴിയുള്ള വീട്ടിലേക്ക് മലക്കുകൾ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയെ വളർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴിയെ വളർത്തിയിട്ടുണ്ടെങ്കിൽ കോഴി വളർത്തൽ സുന്നത്താണ്. ഓലിപ്പോ ഒരു കോഴിനെ വളർത്തുന്ന ആളെന്നൊക്കെ പല ആളുകളും പറയുന്നവരവിടെ പറഞ്ഞോട്ടെ. കോഴിയെ വളർത്തൽ സുന്നത്താണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധയോടെ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, എന്റെ ഉപ്പമാരെ നിങ്ങൾ മനസ്സിലാക്കൂ. ലാ തസുബ്ബുദ്ദീക, നിങ്ങൾ കോഴിയെ ചീത്ത വിളിക്കരുത്. ലാ തസുബ്ബുദ്ദീക, നിങ്ങൾ കോഴിയെ ചീത്ത വിളിക്കരുത്. ഫഇന്നഹു യുഖിലു ലിസ്സലാത്ത്, നിസ്കാരത്തിന്റെ സമയത്ത് നമ്മളെ ഉണർത്താൻ കഴിയുന്ന ജീവിയാണ് കോഴി. അതുകൊണ്ട് കോഴിയെ ചീത്ത വിളിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് അയലോക്കത്തെ കോഴിയാണെങ്കിലും നമ്മളെ വീട്ടിലെ കോഴിയാണെങ്കിലും അതിന് ചീത്ത പറയാൻ പാടില്ല, ശാപത്തിന്റെ വാക്ക് പറയാൻ പാടില്ല. ഇദാ സമിഅതും സിയാഹദ്ദീഖ്, നിങ്ങൾ കോഴിയുടെ ശബ്ദം കേട്ടാൽ ഫസ്അലൂ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ. കോഴിയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. കാരണം മിൻ ഫദ്ലിഹി ഫഇന്നഹാ റഅത് മലക, അവർ മലക്കുകളെ കണ്ടിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത്. റസൂൽ പറഞ്ഞതാ. കോഴിയുടെ ശബ്ദം കേട്ടാൽ അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ ഔദാര്യം ചോദിക്കുക. ഫഇന്നഹാ റഅത് മലക, അത് മലക്കിനെ കണ്ടിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത്. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അപ്പൊ കോഴിയെ ചീത്ത വിളിക്കരുത്, കോഴിയെ ആട്ടിവിടരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കേണ്ടതും ആട്ടിവിടേണ്ടതുമായ മറ്റൊരു ജീവിയാണ് ആടെന്ന് പറയുന്നത്.
എത്രയോ വീട്ടില് പ്രശ്നം അയലോക്കത്തെ വീട്ടിലെ ആട് വീട്ടിലേക്ക് വന്നാൽ തല്ലുണ്ടാക്കുന്ന ആളുകളില്ലേ? അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആടുകളെ എറിഞ്ഞുകൊള്ളുന്ന എത്ര സഹോദരിമാരുണ്ട്. ആട് നിസാരപ്പെട്ട ഒരു ജീവിയല്ല. ആടിനെ കുറിച്ച് മഹാനായ നബിതങ്ങൾ എന്ന് പറഞ്ഞു, ഇത്തഖിദുൽ ഗനമ ഫഇന്ന ഫീഹാ ബറക. നിങ്ങൾ ആടിനെ വളർത്തണേ, ആട്ടില് ബറക്കത്തുണ്ട്. അശാത്തു ബറക്ക, ആട് ബറക്കത്താണ്, അത് ബറക്കത്തുള്ള ജീവിയാണ്. അന്നഹാ മിൻ ദവാബിൽ ജന്നാ, ആട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവിയാണെന്ന് പല ഇമാമുമാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആട് സ്വർഗത്തിലുണ്ട് എന്നാ പറഞ്ഞത്. ആ ആടിനെ നമ്മൾ ആക്ഷേപിക്കാൻ പറ്റുമോ? വീട്ടിലേക്ക് വരുമ്പോ കുടുംബത്തിലെ ആടാണെങ്കിലും അയൽവസത്തെ ആടാണെങ്കിലും അതിനെ അട്ടിവിടല്ല ചെയ്യുക. അതിന് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ഭക്ഷണം കൊടുക്കുക ചെയ്യുക. അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വീട്ടിലേക്ക് നേരെ കൊണ്ടുപോയി ആക്കി കൊടുക്കുക ചെയ്യുക. അല്ലാതെ കാലെറിഞ്ഞൊടിക്കുക, അതിന്റെ കഴുത്തെറുക്കുക, അതിനെ ചീത്ത വിളിക്കുക, എന്തെല്ലാം ആഭാസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആട് സ്വർഗത്തിലുണ്ട്. മാത്രമല്ല, ആട് വളർത്തുന്ന വീട്ടിലേക്ക് ധാരാളം നന്മകൾ കടന്നു വരും, ധാരാളം ബറക്കത്തുകൾ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നൽകുകയാണ്. മാത്രമല്ല, അമ്പിയാക്കൾ ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ് ആട്. അമ്പിയാക്കൾക്ക് പ്രത്യേക സ്നേഹമായിരുന്നു ആടിനോട്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ ആടിനെ വളർത്തിയിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ആരാണ്? കലീമുല്ലാ, അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി ആടിനെ വളർത്തിയിട്ടുണ്ട്, ആടിന് തീറ്റ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് ആടിനെ വെച്ചിട്ടുണ്ട്, ആടിനെ വളർത്തിയിട്ടുണ്ട്, ആടിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അന്നഹാ മിൻ തആമിൽ ജന്നാ, സ്വർഗത്തിലെ ഭക്ഷണമാണ് ആട്. അതുകൊണ്ട് ആടിനെ നിസ്സാരപ്പെടുത്തണ്ട. അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ അപ്പുറത്ത് ആടിനെ വിളിച്ചു പറയാ, ആടിനെ ഒന്ന് നോക്കണട്ടോ എന്നൊക്കെ പറയാ. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കരുതിട്ടോ. നമ്മളെ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവികളെയും സ്നേഹിക്കുക. നായെ കാണുമ്പോൾ കാണുന്നിടത്തോളം എറിയണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏത് ജീവികളാണോ നമ്മുടെ വീട്ടിലേക്ക് വിശന്ന് വരുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആക്രമിക്കുന്ന ജീവികളാണെങ്കിൽ തിരിച്ചും ആക്രമിക്കാം. പാമ്പ് നമ്മൾ ആക്രമിക്കുന്ന ജീവിയാണ്, പാമ്പിനെ കൊല്ലാം. പാമ്പിനെ കൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചു 3 പ്രാവശ്യം പോ പാമ്പേ പോ പാമ്പേ പോ പാമ്പേ എന്ന് പറയണമെന്ന്. ചിലപ്പോൾ അത് ജിന്നാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ആക്രമിക്കുന്ന ജീവി കൊതുകിനെ സംരക്ഷിക്കൊന്നും വേണ്ട. അതിന്റെ കരണ്ടിന്റെ ബാറ്റാണെങ്കിലും ശരി അതിനെ കൊല്ലാവുന്നതാണ്. ഉറുമ്പ് നമ്മൾ ആക്രമിക്കുന്ന ജീവിയാണ്, ആ സമയത്ത് നമ്മൾക്ക് അതിനെ തിരിച്ച് കൊല്ലേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ അല്ലാത്ത മൃഗങ്ങളെ നമ്മൾ വെറുതെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും വീട്ടിൽ നിന്ന് ആട്ടിവിടുകയും ചെയ്യരുതേ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.